വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സംഭവത്തിൽ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ആധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണിത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴിച്ചെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. മാധ്യമങ്ങളിൽ ചിത്രമടക്കം വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ BJP ജില്ലാ സെക്രട്ടറിയുടെ കാല് വരെ കുഞ്ഞുങ്ങൾ കഴുകേണ്ടി വന്നു. ആധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുകയാണ്. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇപ്പോൾ മന്ത്രി തന്നെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ് എന്ന് പറയുകയാണ്, ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്നും പറയുകയാണ്. ഏത് സാഹചര്യത്തിലാണിത്? മന്ത്രി പറഞ്ഞതെന്തൊക്കെ? പ്രവിത, വിദ്യാർത്ഥികളുടെ അവകാശ നിയമത്തിലെ മെന്റൽ ഹറാസ്മെന്റിൽ പെടുന്നതാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് മന്ത്രി നിയമസാധുത കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നടപടികളിലേക്കായിരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇന്നലെ തന്നെ മന്ത്രി ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് കേസെടുത്തിരുന്നു. അപ്പോൾ ഇത് ഇനി റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ കിട്ടും. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ക്രിമിനൽ നടപടി അടക്കമുള്ള തുടർ നടപടിയെ സംബന്ധിച്ച് ആലോചിക്കും. കാരണം ഇത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള നിയമത്തിലെ മെന്റൽ ഹറാസ്മെന്റ് ആയതുകൊണ്ട് തന്നെ നിയമസാധുതകൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്തരക്കാർക്കെതിരെ, അതായത് നിലവിൽ കാസർഗോഡ്, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിലാണ് ഈ രീതിയിൽ പാദപൂജ, അതായത് ആലപ്പുഴയിൽ അത് BJP നേതാവാണ്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് അധ്യാപകർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളെ പാദപൂജ ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായി എവിടെയൊക്കെ ആരെയൊക്കെ തന്നെ പാദപൂജ നടത്തി എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകും. ഇവർക്കെതിരെ ക്രിമിനൽ നടപടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചന ഉണ്ടാകും എന്ന കാര്യം മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനോടകം തന്നെ സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ തരത്തിലുള്ള പാദപൂജ നടത്തിയത് എയ്ഡഡ് സ്കൂൾ, അതായത് സർക്കാർ സ്കൂൾ അല്ലാത്ത സ്കൂളുകളിൽ ആണ് ഇത്തരത്തിലുള്ള സംഭവം നടത്തിയിട്ടുള്ളത്. ആ സ്കൂളുകളിൽ എങ്ങനെ ഇടപെടാൻ കഴിയും, അതിന്റെ നിയമസാധുത പരിഗണിച്ചുകൊണ്ടായിരിക്കും. മനീഷ്, വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്ത സംഭവത്തിൽ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്.